ഒരേ സമയം 5 ജൂത പോർമുഖം. ലബനനിൽ യുദ്ധം ചെയ്യുന്ന ഇസ്രയേലിനെ പിന്നിൽ നിന്ന് അടിക്കാമെന്ന് കരുതുന്ന ശത്രുക്കളുടെ മസ്തകം പിളർത്തി ജൂതപ്പട മുന്നേറുകയാണ്. ശത്രുക്കളുടെ എല്ലാം മടയിലേക്ക് വജ്രായുധം തിരികെയാണ് ഇസ്രയേൽ ലബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. വടക്കൻ അതിർത്തിയിൽ കാലാൾപ്പട, ലബനനിൽ കടന്നുകയറി വ്യോമാക്രമണം, ഇറാഖ് സിറിയൻ നീക്കത്തിനെതിരെ 4ാം കവാടം, ഇറാന്റെ ആക്രമണം പ്രതീക്ഷിച്ച് ടെഹ്റാന്റെ തല പിളർത്താൻ മിസൈൽ ആക്രമണം. അങ്ങനെ ഏത് വഴിക്കൂടെ ആക്രമണം ഉണ്ടായാലും അതിനെ ചെറുക്കാൻ പടയൊരുക്കിയാണ് ഇസ്രയേൽ വേട്ടക്കിറങ്ങിയിരിക്കുന്നത്. ലബനനിൽ കരയാക്രമണത്തിന് ഇസ്രയേലിന് പദ്ധതിയില്ല എന്നും വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ പുതിയ ഒരു യുദ്ധമുഖം തങ്ങൾ തുറക്കുകയാണ് എന്നാണ് കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. തുടർന്നിങ്ങോട്ട് നടന്നത് ഹിസ്ബുള്ളയുടെ തല ചിതറിക്കുന്ന ആക്രമണ പരമ്പരകൾ. ലബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇസ്രയേൽ എത്തി നിൽക്കുന്നത്. ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ ലോകം ആശങ്കയോടെയാണ് കാണുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരായ നീക്കത്തിൽ അറബ് രാജ്യങ്ങളും പക്ഷം പിടിച്ചാൽ അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റും. 2 പതിറ്റാണ്ടിന് ശേഷം ലബനനിലേക്ക് ഇസ്രയേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തകർക്കാനും വടക്കൻ അതിർത്തിയിലെ സ്വന്തം ജനങ്ങളെ രക്ഷിക്കാനും ഏതറ്റം വരെയും പോകും എന്നാണ് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രി യോവ് ഗാലന്റ് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയും വ്യക്തമാക്കിയത്. ഇസ്രയേൽ വടക്കൻ അതിർത്തി ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് ഇപ്പോൾ തുർക്കി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ലബനൻ കത്തിച്ചുകൊണ്ട് ഇസ്രയേൽ മുന്നേറുമ്പോൾ തുർക്കിക്കും പൊള്ളുന്നു. തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ സ്കൈ ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. 2006 ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണിതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലബനനിലെ ആശുപത്രികൾ പലതും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും കനത്ത ഷെല്ലാക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുന്നതായും ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു. എന്നാൽ കരാക്കിക്ക് ആപത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നും സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും ഹിസ്ബുള്ള വെളിപ്പെടുത്തി. അതേസമയം തെക്കൻ ലബനനിലെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡറായ മഹമൂദ് അൽ നദർ കൊല്ലപ്പെട്ടതായി ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ യുദ്ധരംഗത്തിറങ്ങുമോ എന്ന ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് ഇറാൻ ആണെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇറാനും കൂടി യുദ്ധരംഗത്തിറങ്ങിയാൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിയേക്കും. ദീർഘദൂര മിസൈലുകളുടെ വൻ ശേഖരം തന്നെ ഇറാന്റെ കൈവശമുണ്ട്. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടി അമേരിക്ക അവരുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളായ USS എബ്രഹാം ലിങ്കനും USS തിയോഡർ റൂസ്വെൽറ്റും ഗൾഫ് മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് അവർ ഏറെക്കുറെ തകർന്ന മട്ടാണ്. ഹമാസിനെ പിന്തുണയ്ക്കാനെത്തിയ ഹൂതി വിമതരും ഇപ്പോൾ ദുർബലരാണ്. അതുകൊണ്ട് തന്നെ ഹമാസിനും ഹൂതി വിമതർക്കും ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കാനും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുമുള്ള കരുത്തില്ല. ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നതുവരെ ഇസ്രയേലുമായി ഏറ്റുമുട്ടൽ തുടരുമെന്നാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ നിലപാട്. ഇസ്രയേലുമായി തുറന്ന യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഹിസ്ബുള്ള ഉപമേധാവി നയീം ഖ്വാസിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2006 ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ അവസാനമായി തുറന്ന ഒരു യുദ്ധം നടന്നത്. ഏകദേശം 1 മാസത്തോളം പോരാട്ടം നീണ്ടു നിന്നിരുന്നു. ലബനനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം ദയനീയമാണ്. വൈദ്യുതി വിതരണ ശൃംഖലയും ബാങ്കിംഗ് മേഖലയും എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു രാജ്യത്തിന് ഇനി ഒരു യുദ്ധം കൂടി താങ്ങാനുള്ള സ്ഥിതിയല്ല എന്നതാണ് വാസ്തവം. കൂടാതെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഭീഷണിയായി മാറുകയും ചെയ്തുവെന്ന് ലബനൻ ഭരണകൂടം പറയുന്നു. 2006 ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടായിരുന്നത് 15,000-ഓളം റോക്കറ്റുകളാണ്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ 10 ഇരട്ടിയിലധികം റോക്കറ്റുകൾ ഭീകരരുടെ കൈവശമുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടെന്നും ടാങ്കുകളും കവചിത വാഹനങ്ങളും എല്ലാം അവർ സ്വന്തമാക്കിയതായും പറയപ്പെടുന്നുണ്ട്.
25,000 മുതൽ 50,000 വരെ പ്രവർത്തകരാണ് നിലവിൽ ഹിസ്ബുള്ളയിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട്. ഹമാസിനെ പോലെ ഹിസ്ബുള്ളയും ഇസ്രയേൽ ലബനൻ അതിർത്തിയിലുടനീളം ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. ആയുധങ്ങൾ സൂക്ഷിക്കാനും നേതാക്കൾ ഒളിച്ചിരിക്കാനുമെല്ലാം ഈ തുരങ്കങ്ങളാണ് ഭീകരർക്ക് സഹായകമാകുന്നത്. ഇതിനെയെല്ലാം കടത്തിവെട്ടാൻ പോരുന്ന സൈനിക ശേഷിയാണ് ഇസ്രയേലിന്റേത്. അമേരിക്കയുടെ പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇസ്രയേലിന്റെ ആയുധപ്പുരയിലുള്ളത്. ഇതിനിടെ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം മൂർച്ഛിക്കുന്നതോടെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിലവിലെ സ്ഥിതിഗതികൾ പ്രകാരം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയ മേധാവി ബോറെല്ലും ചൂണ്ടിക്കാട്ടി. ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ പുക ഉയരുന്ന ചിത്രങ്ങളും വീഡിയോകളും ലബനൻ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇസ്രയേലിൽ നിന്ന് പൗരന്മാരോട് ഉടൻ മടങ്ങാൻ ചൈനയും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എത്രയും വേഗം ഇസ്രയേൽ വിടണമെന്നാണ് ചൈനീസ് എംബസിയുടെ അറിയിപ്പിലുള്ളത്. പൗരന്മാർ തൽക്കാലം ഇസ്രയേലിലേക്ക് യാത്ര ചെയ്യരുതെന്നും ചൈനീസ് എംബസി കൂട്ടിച്ചേർത്തു. ഇസ്രയേലിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം സങ്കീർണവും പ്രവചനാതീതവുമാണ്. അതിനാൽ ചൈനീസ് പൗരന്മാർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയോ വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.